ഭയങ്കര ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുട്ടത്തേക്കൊക്കെ മാറി നിന്ന് സ്വയം അഭിനയിച്ചിട്ട് തിരിച്ചു ഇല്ല പ്രാർത്ഥിക്കാൻ പോവുക. ആകപ്പാടെ കിട്ടിയ ഒരു പിടിവള്ളിയാണ്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കല്യാണി പ്രിയദർശൻ പറ. കല്യാണി ഇങ്ങനെ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പൊ കൊറേ കഥ ഉണ്ടാവും പറയാൻ. ഞാൻ ആക്ച്വലി പരിചയപ്പെടുത്തി കൊടുത്ത ബേസിൽ. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. എനിക്ക് കഥ പറയാനുള്ളൊരു മൂടില്ല. അറിയാത്ത ആളെ പറ്റി എങ്ങനെയാ കഥയൊക്കെ പറയാ? അല്ല വിനീതേട്ടൻ എന്നാലും ധ്യാനിനെ കുറിച്ച് കഥ പറഞ്ഞില്ലല്ലോ. കഥ വിട് അടുത്ത പിടിക്കേ. പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. ക്ലൈമാക്സ് ആരോടും പറഞ്ഞിട്ടില്ലേ? ഒരു ദൃശ്യ മോഡലായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. ആർക്കും കൊടുത്തില്ല. തിയേറ്ററിലുണ്ടാവില്ല മിക്കവാറും. എന്നെ പറഞ്ഞാൽ മതിയല്ല. നിന്നെയൊക്കെ തീറ്റി പൂച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. തിയേറ്ററിലുണ്ടാവും. ഈ കഴിഞ്ഞ ഇന്റർവ്യൂല് പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. പ്രണവ്, ധ്യാൻ, നിവിൻ ഈ 3 പേരില്ലെങ്കിൽ ഈ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്നിട്ട് ഞെളിഞ്ഞു കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഭയങ്കര ചൂട്. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്റെ അടുത്ത് പറഞ്ഞത്. നിർത്തി അവമാനിക്കുവാണെന്നേ. പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറ. തോണിന്നൊക്കെ നമ്മൾ എന്തോ ഇറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര വേദനയായിട്ട് ധ്യാനം പറഞ്ഞിട്ടാ ഞാൻ ഇത് പറയാനില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വെച്ച് നിന്റെ വായിൽ എന്താ പഴമാണോ പറഞ്ഞോണ്ടാന്ന്. ഇതെന്താ ഉദ്ദേശിച്ചത്? വായിൽ പഴം, വാട്ട്സ് ദാറ്റ്? അതൊക്കെ ഞാൻ ഇവനെ പോലത്തെ ആൾക്കാരെ ഡീൽ ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അവന്റെ കഥയിൽ മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? അപ്പൊ പറഞ്ഞു വരുന്നത് പ്രണവിന് ഇങ്ങനത്തെ മലയാളം ഒന്നും മനസ്സിലാവില്ല. നമുക്ക് ഡീലിലെത്താം. എനിക്ക് ധ്യാനോട് മാത്രമാണ് ഇങ്ങനെ ഭയങ്കര ആത്മബന്ധമുള്ളത്. 3 പേരെ പറഞ്ഞു വിടട്ടെ. അറിയാത്ത ഇംഗ്ലീഷിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാൻ ഫുൾ തെറ്റ് ഇംഗ്ലീഷ്. ഞാൻ മെസ്സേജ് വായിക്കട്ടെ. നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണോ ധ്യാനിനെ കാണുന്നത്? വീട്ടിലുള്ളതല്ല, അനിയനാണ്. ഇവനൊരു വീട്ടിലാണ് താമസം. ഇവന് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. ഇങ്ങനെ വീട് വെച്ചിട്ടില്ല. ഇടയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോ ഇവ വീട്ടിലുണ്ടാവും. 7000 സ്ക്വയർ ഫീറ്റ് എന്റെ അച്ഛൻ്റെ വീട്ടിലാണ് താമസം. അത് അച്ഛൻ സ്വത്ത് പാർട്ടീഷൻ കഴിഞ്ഞ് എനിക്ക് തരാന്ന് പറഞ്ഞു. ഇവൻ എഴുതി വാങ്ങി. കുടിൽ മേയുവാൻ മുകിലുകൾ, അതിൽ മാറിവിൽ ചുവരുകൾ, നിനക്കൊരു കുടം കുളിരുമാ. നീയായിരുന്നു. ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ശേഷം ഭാഗം സ്ക്രീനിൽ.